കാനോൺ C50 സോണി FX3യെ കൊന്നോ? സത്യം പറഞ്ഞാൽ കൊല്ലാൻ വേണ്ടിയാണ് ഇറങ്ങിയത്. പക്ഷേ പാതി വഴി എന്നപ്പോഴാണ് ഓർത്തത് FX3യെ കൊല്ലുന്നതിൻ്റെ കൂട്ടത്തിൽ മിക്കവാറും C80യും കൂടെ കൊല്ലേണ്ടി വരും. അതുകൊണ്ട് സ്വന്തം കൂടപ്പുറപ്പായതുകൊണ്ട് കാനോൺ മറ്റേ പാതി വഴിയിൽ ശ്രമം ഉപേക്ഷിച്ചു. റിലീസിൽ ഡിസപ്പോയിൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി സ്പെക്സ്, അതായത് റൂമർ സ്പെക്സ് കേട്ടപ്പോൾ ഞാനിത് ഇന്നലെ തന്നെ പ്രീ ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചൊരു ക്യാമറയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഡിസപ്പോയിൻ്റ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IBS ഇമേജ് സ്റ്റെബിലൈസേഷൻ, ഇപ്പോൾ നിങ്ങളുടെ ലെൻസ് ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് 1635 അല്ല, ഇതിന് 5 സ്റ്റോപ്സ് ഓഫ് ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷൻ ഉണ്ട്. പക്ഷേ അത് മോർ ദാൻ ഇനഫ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം മൈക്രോ ജിറ്റേഴ്സ് ഉറപ്പാണ്. ഇപ്പോൾ എനിക്ക് ഭയങ്കര സ്റ്റഡി ഹാൻഡായ ഒരു പരിപാടി ഉള്ള ആളല്ല. അപ്പോൾ മാത്രമല്ല ഇന്നലെ സാം ന്യൂട്ടൻ്റെ ഒരു സ്കേറ്റ് ബോർഡ് സംഭവം കണ്ട സമയത്ത് മൗണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ആ മൈക്രോ ജിറ്റേഴ്സ്. അത് ഇച്ചിരി വള്ളിയാണ്. എപ്പോഴും നമുക്കൊരു സ്റ്റെബിലൈസർ ഒന്നീ മോണോപോഡ് അല്ലെങ്കിൽ ഈസി റിഗിൻ്റെ ഷോൾഡർ റിഗ് അല്ലെങ്കിൽ ഗിംബൽ, ഇത് മോസ്റ്റ്ലി ഇത് വേണ്ടി വരും, ഇല്ലെങ്കിൽ വൻ പണിയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻസർ, ഇതിന് എൻ്റയർലി പുതിയൊരു സെൻസറാണ്. ബാക്ക് സൈഡ് ഇലൂമിനേറ്റ് അല്ല, സ്റ്റാക്ക് സെൻസർ അല്ല. സോ പക്ഷേ വീഡിയോ കണ്ടതിൽ ലോ ലൈറ്റിൽ ഇത് പെർഫോം ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ സെൻസർ റീഡ് ഔട്ട് 6K റോയിൽ 7K റോയിൽ 60 FPS 16 മില്ലി സെക്കൻഡാണ്. അത് ഒരു ഡീസൻ്റ് ആണ്. കുറഞ്ഞ 4K 60/24 30 40 മില്ലി സെക്കൻഡ്, അത്യാവശ്യം നല്ലൊരു സെൻസർ റീഡ് ഔട്ട് ഉണ്ട്. മാക്സിമം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന സെൻസർ റീഡ് ഔട്ടാണ്. പിന്നത്തെ ഓട്ടോ ഫോക്കസ്, ഇത് R5Cയുടെ ഓട്ടോ ഫോക്കസ്, R5 Mark IIൻ്റെ ഓട്ടോ ഫോക്കസ് അല്ല. അങ്ങനെ മൊത്തത്തിലൊരു സ്കെപ്റ്റിക് പരിപാടിയിലാണ് ഇത് റിലീസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ചാടിക്കയറി എടുക്കാതെ ടെസ്റ്റ് ചെയ്ത് കുറച്ചുകൂടെ ആൾക്കാർ നോക്കിയിട്ട് എടുക്കുന്നതാണ്. അതുകൊണ്ട് പ്രീ ഓർഡർ ചെയ്യുന്നില്ല. എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് കാണും ഇതിൻ്റെ പ്രൈസ് റിഡക്ഷൻ ചെയ്യും. ഇപ്പോൾ ഇത് പ്രൈസ് ചെയ്തേക്ക് നല്ല രീതിയിലാണ്. ഒരു $389 തോന്നുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു R5 Mark IIനെക്കാട്ടിൽ ഒരു $600 വ്യത്യാസമുണ്ട്. അത് നല്ല കാര്യമാണ്. ഇൻഡി ഫിൽറ്റേഴ്സ് മൗണ്ട് ഈസ് ഫൈൻ ആയിരുന്നു. പക്ഷേ IBS ഉറപ്പായിട്ട് ക്യാമറയിൽ കൊടുക്കേണ്ട ഒരു പരിപാടിയായിരുന്നു. FX3 കില്ലറായിട്ട് ഇറക്കുമായിരുന്നെങ്കിൽ ഇതിൽ IBS ഉറപ്പായിട്ട് വേണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഓപ്പൺ ഗേറ്റ്, 7K റെക്കോർഡിങ്ങിൽ ഓപ്പൺ ഗേറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബിറ്റ് റേറ്റ് ഒരു രക്ഷയില്ല, 1700 ബിറ്റ് റേറ്റ്. ഇത് ഏത് കമ്പ്യൂട്ടറിൽ കൊണ്ട് എഡിറ്റ് ചെയ്യുന്നതിൽ, അതായത് ഓപ്പൺ ഗേറ്റ് എന്ന് പറഞ്ഞാൽ അന്യായ ഓപ്പൺ ഗേറ്റ്. 7Kയിൽ മാത്രമേ ഓപ്പൺ ഗേറ്റ് ഉള്ളൂ. 4K 120 വിത്തൗട്ട് ക്രോപ്പാണ്. റോ 6K 60 FPS വിത്തൗട്ട് ക്രോപ്പിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. കോഡെക്സ് അതുപോലെ തന്നെ ഓപ്പൺ ഗേറ്റ് ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല. കണ്ട ഫുട്ടേജ് വെച്ച് നോക്കിയിട്ട് നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. കാനോണിൻ്റെ കളർ മൊത്തത്തിൽ സംഭവം 85 പുതിയ ലെൻസ്, അതുപോലെ 85 50 35 മോസ്റ്റ്ലി എല്ലാ റിവ്യൂ ചെയ്തതിനും ഷൂട്ട് ചെയ്തേക്കുന്നത്. ക്വാളിറ്റി വൈസ് യാതൊരു പ്രശ്നമില്ല. ഇതൊക്കെയാണ് പ്രശ്നം, സെൻസർ, അതുപോലെ തന്നെ ഓട്ടോ ഫോക്കസിൻ്റെ പഴയ ഓട്ടോ ഫോക്കസ്. അങ്ങനെ കാനോൺ FX3 കില്ലറായിട്ട് വരുന്ന സമയത്ത് ഇതല്ല നമ്മൾ അറ്റ്ലീസ്റ്റ് IBSൽ ആഡ് ചെയ്യേണ്ടായിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഒരു എക്സൈറ്റ്മെൻറ്റ് ഇല്ല. സോ ഇപ്പോൾ ഇനി എടുക്കുമെന്ന് വെച്ചാൽ എടുക്കത്തില്ല. ഞാൻ Mark II അല്ല FX3 Mark II അങ്ങനെ അത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യും. ഇത് യൂസബിൾ ഹൈബ്രിഡ് ആണ്. ഇപ്പം R5 പോലൊരു ഫുള്ളി ഹൈബ്രിഡ് ക്യാമറ. അപ്പോൾ നിങ്ങൾ ഫുള്ളി ഹൈബ്രിഡ് ആണ് നോക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞത് ഓപ്പൺ ഗേറ്റ് നിങ്ങൾക്ക് വേണ്ട, റോ റെക്കോർഡിംഗ് ഇല്ലെങ്കിൽ R5 Mark II ആയിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ R6 Mark IIIലേക്ക് വെയിറ്റ് ചെയ്തിരിക്കുക. സോ മൊത്തത്തിൽ മൂഞ്ചിയെന്ന് പറഞ്ഞാൽ മതി. എനിവേ